Hi friends, QA questions for bank exams le quadratic equations ആണ് നോക്കാൻ പോകുന്നത്. So first questionലേക്ക് പോവാം. So in each of these questions, two equations 1 and 2 are given. You have to solve both the equations and give answer. So രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതില് ഈ താഴെ പറഞ്ഞ ഏത് റിലേഷൻ ആണ് ഈ എക്സും വൈയും തമ്മിൽ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം അല്ലെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ബാങ്ക് എക്സാംസിന് യൂഷ്വലി വരാറ്. സോ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ ഒരു ക്യൂബ് ആണ്. സോ നമുക്ക് എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു 4913. സോ ഞാൻ ആദ്യം മുതലുള്ള വീഡിയോസിൽ പറയുന്നുണ്ട്, ഒരു 1 to 30 വരെയുള്ളത് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന അത്രയുള്ള ക്യൂബ്സുകൾ പഠിക്കണം. സോ ഈ 4913 എന്നുള്ളത് ക്യൂബ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇത് ഏത് നമ്പറിന്റെ ക്യൂബ് ആണെന്ന്. ഇനി അല്ലാത്തവർക്കായിട്ടൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാല് ഈ 4913 എന്ന് ഈ ഒരു 4 ഡിജിറ്റ് നമ്പർ ഇങ്ങനെ എഴുതുക. അപ്പൊ നമ്മൾ ക്യൂബ് ആണെങ്കിൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 1 2 3 ഇത്രയും നമ്പേഴ്സ് നമ്മളൊന്ന് ഡിവൈഡ് വിടണം. അതായത് ക്യൂബ് ആകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 നമ്പർ പ്ലേസ് വേണം. അപ്പൊ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു നമ്പർ ഉണ്ടല്ലോ, ഇവിടെ വരുന്ന നമ്പർ 4 ആണ് ഇവിടുത്തെ നമ്പർ. സോ ഈ 4 എന്ന് പറയുന്നത് ഏതൊക്കെ നമ്പറിന്റെ ക്യൂബ് വരെ ആകാം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ 1ന്റെ ക്യൂബ് 1 ആണ് അല്ലെ, 2ന്റെ ക്യൂബ് എത്രയാണ്? 8 ആണ്. ഈ 8 എന്ന് പറയുന്നത് 4നേക്കാളും വലിയ നമ്പർ ആണ്. സോ എന്തായാലും 2ലേക്കാളും താഴെയുള്ള നമ്പറിന്റെ ക്യൂബ് മാത്രമേ ഈ നമ്പർ വരുള്ളൂ. മനസ്സിലായോ? അങ്ങനെയാണ് വരിക. ഇപ്പൊ ഈ 4ന്റെ അടുത്ത് ഇപ്പൊ സപ്പോസ് ഈ 4ന്റെ അടുത്ത് 9 ആണെങ്കിൽ നമുക്ക് പറയാം അത് 2 ആയിരിക്കും. ആ ഒരു ക്യൂബ് ഓഫ് ദാറ്റ് നമ്പറിന്റെ ഫസ്റ്റ് ഡിജിറ്റ് 2 ആയിരിക്കും നമുക്ക് പറയാം. മനസ്സിലായോ? ഓക്കെ. സോ ഇവിടെ 4 ആയതുകൊണ്ട് തന്നെ നമുക്ക് 8 ആണ് 2 ക്യൂബ് വരുന്നത്. സോ നമുക്ക് ഒരിക്കലും ഫസ്റ്റ് ഡിജിറ്റ് 2 വരില്ല, അതിലും താഴെ നിയറസ്റ്റ് ക്യൂബിന്റെ ഡിജിറ്റ് ഏതാണോ അതാണ് നോക്കേണ്ടത്. അപ്പൊ 1 ക്യൂബിന്റെ നിയറസ്റ്റ് ആയിട്ട് വരുന്നതാണ് 4 അല്ലെ. 2 ക്യൂബ് വരുമ്പോൾ 8 വരും. 8നേക്കാളും താഴെയാണ് 4 വരുന്നത്. ഓക്കെ, ഇവിടെ 9 ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ 2 എന്ന് എടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് ഫസ്റ്റ് ഈ ഒരു വാല്യൂടെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് വാല്യൂ നമുക്ക് 1 എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഏതാണ് സെക്കൻഡ് ഡിജിറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഈ സെക്കൻഡ് ഡിജിറ്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പം 1ന്റെ ക്യൂബ് എൻഡ് ചെയ്യുന്നത് 1ലാണ്, 2ന്റെ ക്യൂബ് എൻഡ് ചെയ്യുന്നത് 8ലാണ്, 3ന്റെ ക്യൂബ് എൻഡ് ചെയ്യുന്നത് 7ലാണ്, 4ന്റെ ക്യൂബ് എൻഡ് ചെയ്യുന്നത് 4ലാണ്, 5ന്റെ ക്യൂബ് എൻഡ് ചെയ്യുന്നത് 5ലാണ്. ഞാൻ പറയുന്നത് 5 ക്യൂബ് 125 ആണെങ്കിൽ 5ന്റെ ക്യൂബ് എൻഡ് ചെയ്യുന്നത് 5 എന്ന ഡിജിറ്റിലാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ 6 216 ആണ്, അപ്പൊ 6ൽ എൻഡ് ചെയ്യുന്നത്. 7 3ലാണ് എൻഡ് ചെയ്യുന്നത്. 8ന്റെ ക്യൂബ് എൻഡ് ചെയ്യുന്നത് 2 എന്ന ഡിജിറ്റിലാണ്. 9ന്റെ ക്യൂബ് എൻഡ് ചെയ്യുന്നത് ഏതിലാണ്? 9ൽ തന്നെയാണ്. ഓക്കെ. സോ നമുക്ക് പറയാൻ പറ്റുന്നത് എല്ലാ നമ്പറിന്റെയും ക്യൂബ് എൻഡ് ചെയ്യുന്നത് അതേ നമ്പറിലാണ്, എക്സെപ്റ്റ് 2 8 3 7 7 3 8 2. അതായത് ഈ 8 2 7 3 ഈ രണ്ട് നമ്പേഴ്സും മ്യൂച്വലി കണക്റ്റഡ് ആണ് അല്ലെ. 8ന്റെ ക്യൂബ് എൻഡ് ചെയ്യുന്നത് 2ലാണ്, 2ന്റെ ക്യൂബ് എൻഡ് ചെയ്യുന്നത് 8ലാണ്. അതുപോലെ തന്നെ 3ന്റെ ക്യൂബ് എൻഡ് ചെയ്യുന്നത് 7ലാണ്, 7ന്റെ ക്യൂബ് എൻഡ് ചെയ്യുന്നത് 3ലാണ്. ഇത് വെച്ചാണ് ബാക്കി മുഴുവൻ നമ്പേഴ്സ് അതിന്റെ ക്യൂബ് എൻഡ് ചെയ്യുന്നത് സെയിം നമ്പർ തന്നെയാണ്. ഈ ഒരു ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. സോ ഇവിടെ നമുക്ക് ഈ ഒരു 4 ഡിജിറ്റ് നമ്പറിൽ ഫൈനൽ ഡിജിറ്റ് എന്താണ്? 3 ആണ്. സോ നമുക്ക് അവിടെ പറയാൻ പറ്റും 17. സോ 17 ആണ്. 3യുടെ കോംപ്ലിമെന്ററി വരുന്നത് 7 ആണ്. സോ 17ന്റെ ക്യൂബ് ആണ് ഇതെന്ന് നമുക്ക് കിട്ടും. ഓക്കെ. ഈ ഒരു ട്രിക്ക് അറിയാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഏതൊരു നമ്പറിന്റെ ക്യൂബ് റൂട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. സോ ഫസ്റ്റ് ആൻസർ, പിന്നെ ക്യൂബ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ, അറിയാലോ. ഓക്കെ, അതൊരു പോസിറ്റീവ് വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി എന്താണെന്ന് നോക്കാം. അതായത് y കണ്ടുപിടിക്കണം അല്ലെ. y ക്യൂബ് ഈസ് ഈക്വൽ ടു y സ്ക്വയർ ഈസ് ഈക്വൽ ടു 361. സോ നമുക്കറിയാം 19 ആൻഡ് -19 ഇതാണ്
ഇതിന്റെ സ്ക്വയർ റൂട്ട് വരിക. സോ കമ്പയറിംഗ് 17 and 19, 19 is greater. Comparing 17 and minus 19, 17 is greater. So ഫസ്റ്റ് കേസിൽ y ഗ്രേറ്റർ ആവും, സെക്കൻഡ് കേസിൽ x greater ആവും. So the answer is the relation not exist. Okay. So answer is option E. Okay. Move on to next question. ഇവിടെയും എന്താണ് ഫസ്റ്റ് വന്നേക്കുന്നത് x square is equal to 361. So square ആണ്. സ്ക്വയർ ആകുമ്പോൾ നമുക്കറിയാം രണ്ട് വാല്യൂസ് ഉണ്ടാവും, പ്ലസ് ഓർ മൈനസ് 19 ആണ് എക്സിന്റെ വാല്യൂ കിട്ടി. Then here also y എന്ന് പറയുന്നത് ഒരു ക്യൂബ് ആണ്. സോ y cube is equal to add the both 0 0 0 8 അല്ലെ. അപ്പൊ നമുക്കറിയാം 8000 ഏത് ഡിജിറ്റിന്റെ ഏത് നമ്പറിന്റെ ക്യൂബാണ് നമുക്കറിയാം. ഇത് നമുക്ക് നേരത്തെ പോലെ വേണമെങ്കിൽ അതുപോലെ നോക്കാവുന്നതാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, 1 2 3 കട്ട് ചെയ്യുക. സോ 8 എന്ന് പറയുന്നത് 1 ക്യൂബ് എൻഡ് ചെയ്യുന്ന 1-ൽ 2 ക്യൂബ് is 8. അപ്പൊ 2 പിന്നെ എന്താണ് 0 എൻഡ് 0 അല്ലെ. സോ 20. സോ പ്ലസ് 19ഉം 20ഉം വരുമ്പോ നമുക്ക് എന്താണ് 20 ഗ്രേറ്റർ. മൈനസ് 19ഉം 20 വരുമ്പോ എന്താണ് 20 ഗ്രേറ്റർ. സോ കമ്പയർ ചെയ്യുമ്പം y greater than x ആണ് ആൻസർ. ഓക്കെ, y greater than x is the answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ഈസ് (15x square plus x minus 6 equal to 0) and 5y square minus 23y plus 12 equal to 0. നമുക്ക് ഇവിടെ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ഫസ്റ്റ് എക്സിന്റെ വാല്യൂ ഒരു വാല്യൂ പോസിറ്റീവും ഒരു വാല്യൂ നെഗറ്റീവും ആയിരിക്കും, വൈയുടെ വാല്യൂ രണ്ടും പോസിറ്റീവ് ആയിരിക്കും. അത് ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ആർക്കെങ്കിലും ഇക്വേഷൻ കാണുമ്പോൾ തന്നെ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാണുമ്പോൾ തന്നെ വൈയുടെയും എക്സിന്റെയും വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, എങ്ങനെയാണ് നമ്മൾ റൂട്ടിന്റെ സൈന് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു മെത്തേഡ് അറിയില്ല എങ്കിൽ അവർ കമന്റ് ചെയ്യുക. അത് വളരെ ഈസിയാണ്, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ആ ഒരു നോളജ് കിട്ടിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്കറിയാം എന്താണ്, എക്സിന് ഒരു വാല്യൂ പോസിറ്റീവ് ആണ്, ഒരു വാല്യൂ നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. വൈക്ക് രണ്ട് വാല്യൂയും പോസിറ്റീവ് ആണ്. സോ നമ്മൾ കമ്പയർ ചെയ്തേ പറ്റുള്ളൂ. സോ നമുക്ക് നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താണ് 5 3 ഓക്കെ, ചെറുത് പോസിറ്റീവ്. ഇതാണ് റൂട്ട് ഓഫ് ദി ഇക്വേഷൻ. ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് റൂട്ട് കാണുന്നത്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ റൂട്ട്സ് കണ്ടുപിടിക്കാം. സോ എനിക്ക് ഈ ഒരു മെത്തേഡാണ് ഈസി ആയി തോന്നുന്നത്. ദാറ്റ് ഈസ്, അതായത് ഇവിടെ 15 ആണ് നമ്മുടെ എന്തുണ്ട് ഫസ്റ്റ് സ്ക്വയർ വരുന്ന ഈ നമ്പറിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത്. അതായത് നമ്മളിപ്പം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എ ബി സി എടുക്കുവാണെങ്കിൽ എ എന്ന് പറയുന്നതാണ് ഇവിടെ എന്ത് 15 അല്ലെ. അപ്പൊ 15 എന്നുള്ള ഈ ഒരു നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യാ, അത് വരുന്ന അതിനെ ആ ഒരു ഫാക്ടറൈസ് ചെയ്യാം. സോ 5 into 3 15 ആണ്. അപ്പൊ ഈ ഫാക്ടറൈസ് ചെയ്ത സാധനം നമ്മൾ എന്ത് ചെയ്യാ, ഇവിടെ ഡിനോമിനേറ്ററിൽ കൊടുക്കുക. ദെൻ ഇവിടെയുള്ള സി 6 ആണ് അല്ലെ. സോ 3 into 2. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് 3 ഇവിടെയും 2 ഇവിടെയും കൊടുത്തത് എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാ, രണ്ട് റൂട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുക. 5ഉം 3ഉം ആണെന്ന് എഴുതാം. ഓക്കെ, നമുക്കിത് വേണമെങ്കിൽ 1ഉം 15ഉം ഒക്കെ എഴുതാം. അതായത് ഞാൻ പറയുന്നത് ഈ ഒരു മെത്തേഡിൽ സോൾവ് ചെയ്യുന്നത് ജസ്റ്റ് കാണിക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയില്ല, ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതാണ്. സോ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. അതായത് 15നെ 5 into 3 എന്നുള്ള ഡിനോമിനേറ്ററിൽ എഴുതി. ഇത് നമ്മുടെ രണ്ട് എന്താണ് റൂട്ട്സ് ആണ്. സോ നെക്സ്റ്റ് നമ്മൾ ഈ സി എന്നുള്ള ഈ ഒരു കോഎഫിഷ്യന്റ് ആണ് നോക്കേണ്ടത്. സി 6 ആണ്. സോ നമ്മൾ 3 2 എന്ന് എഴുതാം. നമുക്ക് 2 3 എന്ന് എഴുതാം. എങ്ങനെയാണ് ഇത് 3 2 ആവുന്നതെന്ന് ചോദിച്ചാല് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 3 into 3 is 9, 5 into 2 is 10. സോ ഇവിടെ നെഗറ്റീവ് ആണ്. സോ ഇവിടെ എന്ത് ചെയ്യണം,
ഡിഫറൻസ് ആണ് നമുക്ക് ഈ ഒരു കോഎഫിഷ്യന്റ് കിട്ടേണ്ടത്. മനസ്സിലായോ? ഇവിടെ ബി എന്നൊരു കോഎഫിഷ്യന്റ് 1 ആണ്. സോ ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് റൂട്ടിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് ഈ 1 കിട്ടേണ്ടത്. സോ ഇവിടെ 3 എഴുതിയാൽ മാത്രമേ നമ്മൾ ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 1 കിട്ടുള്ളൂ. 3 into 3, 5 into 2. 5 into 2 is 10. 10 minus 9 is 1. Okay. സോ നമുക്ക് എന്ത് കിട്ടി? 3/5 ഉം 2/3 ആണ് നമ്മളെ രണ്ട് റൂട്ട് എന്ന് നമുക്ക് കിട്ടി. ഇനി ഏത് റൂട്ടാണ് പോസിറ്റീവ്, ഏത് റൂട്ടാണ് നെഗറ്റീവ് നോക്കണം. അതാണ് ഞാൻ പറയുന്നത് നേരത്തെ ഒരു മെത്തേഡ് ഉണ്ടെന്ന്. അപ്പോ ഇവിടെ വെച്ചാല് ഇവിടെ ഈ ബിയുടെ കോഎഫിഷ്യന്റ് വരുന്നത് പോസിറ്റീവ് ആണ്. സോ ബിയുടെ കോഎഫിഷ്യന്റ് വരുന്ന സൈന് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ബിഗ്ഗസ്റ്റ് റൂട്ടിന്റെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? ഇതിന്റെ നേരെ ഉൾട്ടാ സൈൻ ആയിരിക്കും ബിഗ്ഗസ്റ്റ് റൂട്ടിന് വരിക. സോ -2/3, 3/5 ഇത് ആൻസർ. ഇതിൽ 3/5 ആണോ 2/3 ആണോ ബിഗ്ഗസ്റ്റ് നോക്കാൻ അറിയാലോ. എങ്ങനെയാ നോക്കുക? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സൈൻ ഒന്നും ഇടാതെ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 3 9, 5 into 2 10. അപ്പൊ ഏതാ ബിഗ്ഗസ്റ്റ്? 10 ആണ്. 9നേക്കാളും ബിഗ്ഗസ്റ്റ് 10 ആണ്. സോ 2/3 എന്നുള്ളൊരു അതായത് ഇവിടെ നിന്നാണ് നമുക്ക് 10 കിട്ടിയത് അല്ലെ. ഇത് ക്രോസ് ചെയ്യുമ്പോൾ 9 കിട്ടി, ഇത് ക്രോസ് ചെയ്യുമ്പോൾ 10 കിട്ടി. സോ ഇതാണ് നമുക്ക് എന്ത് ചെയ്ത് 10 കിട്ടിയത്, 9 കിട്ടിയതാണ്. അപ്പൊ 2/3 ആണ് 3/5നേക്കാട്ടി ഗ്രേറ്റർ എന്ന് പറയാൻ പറ്റും. സോ ഇവിടെ ബിയുടെ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ഗ്രേറ്റർ റൂട്ടിന് നെഗറ്റീവ് സൈൻ ആയിരിക്കും. സോ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് 3/5 ഉം -2/3 ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് y സോൾവ് ചെയ്യാം. ഓക്കെ. സോ ഇവിടെ വൈയുടെ ഇക്വേഷൻ ആണെന്ന് ഇവിടെ എടുത്തെഴുതാണ്. 5y² -23y + 12 = 0. ഇതാണ് വൈയുടെ ഇക്വേഷൻ അല്ലെ. സോ ഇവിടെ സെയിം, ഇവിടെ നമുക്കറിയാം രണ്ട് റൂട്ടും പോസിറ്റീവ് ആണ്. സോ ഇവിടെ എ എന്നുള്ള ഒരു കോഎഫിഷ്യന്റ് സ്ഥലത്ത് 5 ഉള്ളത് കൊണ്ട് നമുക്കറിയാം രണ്ടും എന്താണ്, ഒരു ഫ്രാക്ഷൻ ആയിരിക്കും എന്നറിയാം. അപ്പൊ നമുക്ക് 5നെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 5 ഉം 1 ഉം കിട്ടി. 12നെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 6 ഉം 2 ഉം ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് 4 ഉം 3 ഉം എടുക്കാം. ഓക്കെ, ഇത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ഫസ്റ്റ് വൺ പോസിറ്റീവ്, സെക്കൻഡ് വൺ പോസിറ്റീവ് നിട്ടാൽ മതി. സോ ഇത് നോക്കിയേ, 5 into 4 is 20 + 1 into 3 is 3. 23 കിട്ടിയില്ലേ. സോ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ, അതായത് സിയുടെ കോഎഫിഷ്യന്റിന്റെ അടുത്തുള്ള സൈന് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഇക്വേഷനും ആഡ് ചെയ്താലാണ് ഇവിടുത്തെ ബി എന്ന കോഎഫിഷ്യന്റ് കിട്ടേണ്ടത്. ഓക്കെ. സോ 1 into 3 3, 4 into 5 20. So 20 + 3 is equal to 23 കിട്ടുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ y-യുടെ വാല്യൂ. ഓക്കെ, നമുക്കപ്പോ ഓൾറെഡി x കിട്ടിയ എന്താണ്? x കിട്ടിയേക്കുന്നത് 3/5 ഉം -2/3 ഉം ആണ്. സോ ജസ്റ്റ് കമ്പയർ ചെയ്യാം. എക്സിന്റെ ഫസ്റ്റ് വാല്യൂ വൈയുടെ ഫസ്റ്റ് വാല്യൂ എന്താണ്? സെയിം ആണ്, 3/5. സോ ഈക്വൽ. ദെൻ 4 ഉം 3/5 ഉം ആരാണ് വലുത്? 4 ആണ് വലുത്. ദെൻ -2/3 ഉം 3/5 ഉം ആരാണ് വലുത്? 3/5 ആണ് വലുത്. ദെൻ 4 ആൻഡ് -2/3 ആരാണ് വലുത്? 4/1 ആണ് വലുത് അല്ലെ. സോ y greater than or equal to x is the answer. Okay, y greater than or x is the answer. ഓക്കെ ആണോ? സോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ഓൾസോ എന്താണ്, ഒരു ക്യൂബിന്റെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം ക്യൂബും സ്ക്വയറും അല്ലേ. നമുക്കറിയാം എന്താണ്, x³ is equal to 2744. ക്യൂബ് അടിച്ചോട്ടേക്ക് പെട്ടെന്ന് മനസ്സിലാവും 2744 ആരുടെ ക്യൂബ് ആണെന്ന്. അല്ലാത്തവര് നമ്മൾ എന്ത് ചെയ്യാ, ജസ്റ്റ് എന്ത് ചെയ്യാ, കട്ട് ചെയ്യുക. 1 2 3 കട്ട് ചെയ്യുക. സോ 2³ താഴെയുള്ള വാല്യൂ ആണ് ഇവിടെ ഉള്ളത്. സോ ഇവിടെ 1 മാത്രമേ വരുള്ളൂ. ദെൻ 4 വരുമ്പോൾ ആരാണ് ഇവിടെ വരേണ്ടത്? ഇവിടെ 4 വരുമ്പോൾ 4 തന്നെയാണ് വരേണ്ടത്. സോ എക്സിന്റെ വാല്യൂ 14. ദെൻ y² is equal to, sorry, y² is equal to 256. 256 16 minus 16 അല്ലെ, ഇങ്ങനെയാണ് വരുന്നത്. സോ കമ്പയർ 14 and 16, y is greater. Comparing 14 and -16, x is greater. So the relation does not exist. Okay. Next question. Here also നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? x² - 8x
മൈനസ് 20 ഇസ് ഈക്വൽ ടു 0. ഇവിടെ നമുക്കറിയാം ഒരു റൂട്ട് പോസിറ്റീവും ഒരു റൂട്ട് നെഗറ്റീവും ആണ്. ഓക്കെ, സോ ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് 1 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണ്ട, ഒരു ഫാക്ടറും വരണ്ട, ഇത് കറക്റ്റ് ഒരു വാല്യൂസ് ആയിട്ട് നമുക്കൊരു ഒരു ഇന്റീജർ വാല്യൂ ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് 1 ആയതുകൊണ്ട് ദെൻ നമുക്ക് എങ്ങനെ എഴുതാം, 20നെ ഫാക്ടറൈസ് ചെയ്യാം. 20നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ 10ഉം 2 എടുത്താൽ തന്നെ ഓക്കെ, ഇവിടെ നെഗറ്റീവ് ആണ് അല്ലെ, സിയുടെ കോയിഫിഷ്യന്റ് മൈനസ് ആണ്. സോ രണ്ട് റൂട്ടിന്റെയും ഡിഫറൻസ് ആണ് ഈ ബി എന്ന കോയിഫിഷ്യന്റ് കിട്ടേണ്ടത്. സോ 10 മൈനസ് 2 ഈസ് 8. കിട്ടിയല്ലോ, സിമ്പിൾ അല്ലേ? ഓക്കെ, സോ ഇനി ഒരു റൂട്ട് പോസിറ്റീവും ഒരു റൂട്ട് നെഗറ്റീവും ആണ്. അപ്പൊ ഏത് റൂട്ടാണ് പോസിറ്റീവ് ഏത് റൂട്ടാണ് നെഗറ്റീവ് എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു സൈൻ ആണ്. ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ബിഗ്ഗസ്റ്റ് റൂട്ട് ഈസ് പോസിറ്റീവ്, മറ്റേ റൂട്ട് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഈ ബിയുടെ കോയിഫിഷ്യന്റ് സൈൻ ആണ് ഇതിന്റെ ബിയുടെ കോയിഫിഷ്യന്റ് സൈൻ ആണ് ഈ റൂട്ടിന്റെ സൈന് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നെഗറ്റീവ് ആകുമ്പോൾ നമ്മളെ റൂട്ട് ഇതിന്റെ റൂട്ടിൽ ഹയസ്റ്റ് റൂട്ട് ഇതിന്റെ നേരെ ഉൾട്ടയായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ 10ഉം മൈനസ് 2 ആണ് നമ്മുടെ എക്സിന്റെ വാല്യൂ. ദെൻ നമുക്ക് y കണ്ടുപിടിക്കാം. y 3y square minus 60y plus 297 equal to 0. സോ വലിയ വലിയ വാല്യൂസ് കാണുമ്പോൾ ടെൻഷൻ അടിക്കണ്ട. കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് പോവാവുന്നതാണ്. അപ്പൊ 3 പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, 20 വരും. ഇവിടെ എന്ത് വരും, 99 വരും അല്ലെ. നമുക്ക് എന്ത് കിട്ടി, y square minus 20y plus 99 equal to 0. സോ ഇവിടെ നമുക്കറിയാം വൈയുടെ രണ്ട് റൂട്ടും പോസിറ്റീവ് ആയിരിക്കും അല്ലെ. സോ ഏതൊക്കെയാണ് വൈയുടെ റൂട്ട് എന്ന് പറയുന്നത് 99 ഫാക്ടർ ചെയ്യാം. അപ്പൊ 9ഉം 11ഉം. സോ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് രണ്ട് ഫാക്ടറും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ബിയുടെ കോഎഫിഷ്യന്റ് കിട്ടുന്നുണ്ടോ നോക്കുക. 9 and 11 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 20 ആണ്. 20 ആണ് ഇവിടെ ബിയുടെ കോഎഫിഷ്യന്റ്. സോ രണ്ടും പോസിറ്റീവ് ആണ്. സോ വൈയുടെ റൂട്ട് കിട്ടി. സോ എക്സിന്റെ റൂട്ട് 10ഉം മൈനസ് 2 ആണ്, വൈയുടെ റൂട്ട് 9ഉം 11ഉം ആണ്. സോ കമ്പയർ ചെയ്യാം നെക്സ്റ്റ്. അപ്പൊ 10 കമ്പയർ ടു 9 10 ഈസ് ഗ്രേറ്റർ, 10 കമ്പയർ ടു 11 11 ഈസ് ഗ്രേറ്റർ. അവിടെ തന്നെ ഒരു ഇനീക്വാലിറ്റി വന്നു കഴിഞ്ഞു. ദെൻ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ മൈനസ് 2 കമ്പയർ ടു 9 9 ഈസ് ഗ്രേറ്റർ, മൈനസ് 2 കമ്പയർ ടു 11 11 ഈസ് ഗ്രേറ്റർ. സെക്കൻഡ് കേസിൽ y ഗ്രേറ്റർ ആണ്, പക്ഷെ ഫസ്റ്റ് കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ദ ആൻസർ ഈസ് ദ റിലേഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2x square plus 9x plus 7 equal to 0. സോ ഇവിടെ നമുക്കറിയാം എക്സിന്റെ രണ്ട് വാല്യൂസും നെഗറ്റീവ് ആണ്. ഓക്കെ, ദെൻ എയുടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 2 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഫാക്ടറൈസ് ചെയ്യണം. നമുക്ക് എന്ത് വരും, ഒരു ഇന്റീജർ ആയിട്ടല്ല വരുന്നത്, നമുക്കൊരു ഫ്രാക്ഷൻ വാല്യൂ ആണ് വരിക. സോ 2ന്റെ ഫാക്ടറൈസേഷൻ ആണ് 2ഉം 1ഉം. 7ന്റെ ഫാക്ടറൈസേഷൻ എന്താണ്, 7ഉം 1ഉം മാത്രമാണ്. അപ്പൊ ഇവിടെ 7 എഴുതണോ ഇവിടെ 7 എഴുതണോ എന്ന് നമ്മൾ തീരുമാനിക്കണം. എങ്ങനെ തീരുമാനിക്കും? ഇപ്പൊ ഇവിടെ 7 എഴുതുവാണെങ്കിൽ ഞാൻ നോക്കാം. ഇപ്പൊ ഇവിടെ 7 എഴുതുവാണെങ്കിൽ നമുക്ക് ഇവിടെ 1 എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുമോ? ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് രണ്ട് റൂട്ടും ആഡ് ചെയ്താൽ നമുക്ക് 9 കിട്ടണം. കിട്ടുന്നുണ്ടോ? 1/2ഉം അതായത് 1ഉം 7 into 2 17. ഞാൻ പറയുന്നത് രണ്ട് റൂട്ട് ആഡ് ചെയ്യാന്ന് വെച്ചാൽ ഡയറക്റ്റ് ആഡ് അല്ല, ക്രോസ് മൾട്ടിപ്ലൈ ആഡ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞു രണ്ട് റൂട്ട് ആഡ് ചെയ്യണമെന്നുള്ള കാര്യം ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ 7 into 2 14 plus 1 into 1 15. 15 ആണോ ഇവിടെ ഉള്ളത്? അല്ല. സോ ഇങ്ങനെയല്ല എഴുതേണ്ടത്. പിന്നെ എങ്ങനെയാണ് എഴുതേണ്ടത്? 7/2ഉം 1 അല്ലെ. അപ്പൊ 1 into 7 7, 1 into 2 2. അപ്പൊ 7 plus 2 is equal to 9. കിട്ടിയല്ലോ. ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞു രണ്ട് ഇക്വേഷനും നെഗറ്റീവ്, രണ്ട് റൂട്ട് നെഗറ്റീവ് ആണ്. സോ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് -7/2 -1. നെക്സ്റ്റ് y equal to y square, yയുടെ വാല്യൂ നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നത്. y square plus 4y plus 4 equal to 0.
ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ അല്ലെ. ഇവിടെ നമുക്കറിയാം എ എന്ന കോയിഫിഷ്യന്റ് 1 ആണ്. സോ രണ്ടും എന്താണ് കറക്റ്റ് ഓർ ഇന്റീജർ വാല്യൂ ആണ്. ഇനി ഈ ഇത് 1 ആണെങ്കിൽ ഈ സിയുടെ കോയിഫിഷ്യന്റിനെ എന്ത് ചെയ്യാം ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ആ രണ്ട് ഫാക്ടറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, ഈ ബിയുടെ കോയിഫിഷ്യന്റ് കിട്ടണം അല്ലെ. സോ 2ഉം 2 എടുത്താൽ മാത്രമല്ലേ കിട്ടുള്ളൂ. ഓക്കെ, ദെൻ രണ്ട് റൂട്ട് ഇവിടെ നെഗറ്റീവ് ആണ്. സോ ഇതാണ് y വരിക. ഇനി കമ്പയർ ചെയ്യാം. -7/2 -2 ആരാണ് വലുത്? -7/2 എന്ന് പറഞ്ഞാൽ എന്താണ്? -3.5 ആണ് അല്ലെ. -3.5 ആണോ -2 ആണോ വലുത്? -2 ആണ് വലുത്. ദെൻ ഇവിടെ ഓൾസോ -3.2 സോറി 3.5 -2 ആരാണ് വലുത്? -2. -1 -2 ആരാണ് വലുത്? -1 ആണ് വലുത് അല്ലെ. ദെൻ -1 -2 ആരാണ് വലുത്? -1 ആണ് വലുത്. സോ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇനീക്വാലിറ്റി അവിടെ വന്നിട്ടുണ്ട്. സോ ദർ ഇസ് നോ റിലേഷൻ എക്സിസ്റ്റ്. ഓക്കെ ആണല്ലേ? ആൻസർ ഈസ് നോ റിലേഷൻ എക്സിസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്. x² - 7x + 12 = 0. ഓക്കെ, സോ ഇത് ഭയങ്കര എളുപ്പമാണ് അല്ലെ. നമ്മൾ യൂഷ്വലി കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ഇവിടെ വേറെ ഒന്നും ചിന്തിക്കാനില്ല. നേരെ എയുടെ കോയിഫിഷ്യന്റ് 1 ആണ്. സോ സി എന്ന കോയിഫിഷ്യന്റിനെ ഡിവൈഡ് ചെയ്യുക. അത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ആ ഫാക്ടേഴ്സിന്റെ സമ്മായിരിക്കണം ബിയുടെ കോയിഫിഷ്യന്റ്. അത്രയും നോക്കണ്ടോ. അപ്പൊ 12ന്റെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആഡ് ചെയ്താലാ 7 കിട്ടുക? 4ഉം 3ഉം. ദെൻ രണ്ട് റൂട്ടും പോസിറ്റീവ് ആണ്. +4 +3 കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് അതാണ് എക്സ് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് 3y² - 11y + 10 = 0 അല്ലെ. ഇവിടെ എയുടെ കോയിഫിഷ്യന്റ് 3 ആണ്. സോ നമ്മൾ അതിനെ ഫാക്ടറൈസ് ചെയ്തേ ഒക്കുള്ളൂ. രണ്ട് റൂട്ടും പോസിറ്റീവ് ആണ്. അപ്പൊ സൈഡിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദെൻ എന്ത് ചെയ്യണം? 5നെ ഡിവൈഡ് ചെയ്യണം. 10നെ ഡിവൈഡ് ചെയ്ത് രണ്ട് ഫാക്ടർ ആക്കി എടുക്കണം. 10നെ രണ്ട് ഫാക്ടർ ആക്കി എടുത്തു കഴിഞ്ഞാല് അത് വെച്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കണം 11. മനസ്സിലായോ? ഒന്ന് ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതായത് 10നെ ഫാക്ടറൈസ് ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? 5 × 2 അല്ലെ. സോ 5 × 2 എടുക്കുവാണെങ്കിൽ ഇവിടെ 10നെ ഫാക്ടറൈസ് ചെയ്ത് 5 × 2 എഴുതി. ദെൻ എന്ത് ചെയ്യുക? ഇവിടെ പോസിറ്റീവ് ആണ്. സോ അഡീഷൻ ആണ് വേണ്ടത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. 1 × 5 5 + 3 × 2 6 that is 11. 11 is the coefficient of b അല്ലെ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ഇവിടുത്തെ ഫാക്ടർ എന്ന് കിട്ടും. മനസ്സിലായോ? ഇവിടെ ഡിവിഷൻ, അതായത് ഇവിടെ ഡിനോമിനേറ്ററിൽ ഒന്നും ഇല്ല എങ്കിൽ 5ഉം 2ഉം മാത്രമാണെങ്കിൽ നമുക്ക് പറയാം ഈ 5ഉം 2ഉം കൂടി ആഡ് ചെയ്തതായിരിക്കണം ബിയുടെ കോയിഫിഷ്യന്റ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ എയുടെ കോയിഫിഷ്യന്റ് 3 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇതിനെ /3 എടുക്കണം. അതായത് 3 താഴെ 3യുടെ ഫാക്ടേഴ്സ് എടുക്കണം. മനസ്സിലായല്ലോ? ദെൻ എന്ത് ചെയ്യാ? കമ്പയർ ചെയ്യാം. 4ഉം 5/3 ആരാ വലുത്? 4. 4ഉം 2ഉം ആരാ ബിഗർ? 4. 3ഉം 5/3 ഹു ഇസ് ബിഗർ? 3 എന്ന് പറയുന്നത് എക്സ് ആണ്. 5/3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 പോയിന്റ് സംതിങ് ആണ് വരിക അല്ലെ. ഇവിടെ 3 ഉണ്ട്. സോ എക്സ് ഇസ് ഗ്രേറ്റർ. 3ഉം 2ഉം ഹു ഇസ് ബിഗർ? 3 is bigger. That is x greater than y is the answer. Okay. x greater than y. അതാണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2x² + 15x + 28 = 0. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ ഓൾസോ എയുടെ കോയിഫിഷ്യന്റ് 2 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഫാക്ടറൈസ് ചെയ്യണം. 2ന്റെ ഫാക്ടർ 2ഉം 1ഉം മാത്രമാണ്. സോ അങ്ങനെ എഴുതി. രണ്ട് റൂട്ടും നെഗറ്റീവ് ആണ്. സോ ഇതൊരു നെഗറ്റീവ് വാല്യൂ ആണ്, ഇതൊരു നെഗറ്റീവ് വാല്യൂ ആണ്. ദെൻ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നത് 15 ആയിരിക്കണം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? 28 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 7 × 4 എന്ന് എടുക്കാം അല്ലെ. അപ്പൊ എന്താ കിട്ടിയിരിക്കുന്നു? 7 × 4 എടുക്കാം. ഇവിടെ റൂട്ട് നമ്മള് കൺഫ്യൂഷൻ ആവണ്ട, ഒന്നുകൂടി പറയാം. അതായത് ജസ്റ്റ് എയുടെ കോയിഫിഷ്യന്റ് നോക്കുക. എയുടെ കോയിഫിഷ്യന്റ് 2 ആണ്. സോ 2 1 അതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതുക. ദെൻ 28
ആണ് സിയുടെ സ്ഥലത്ത് വരുന്നത്. അപ്പൊ 28 ഫാക്ടറൈസ് ചെയ്യുക. എങ്ങനെ ഫാക്ടറൈസ് ചെയ്യണം? ഈ 28 ഫാക്ടറൈസ് ചെയ്ത് ഇവിടെ എഴുതിയിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ 15 കിട്ടണം. മനസ്സിലായോ? ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ടാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, സോ 28 എന്ന് പറയുമ്പോൾ നമുക്ക് 7 into 4 28 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 7 into 4 എഴുതി കഴിഞ്ഞാല് 1 into 7 7 plus 2 into 4 is 8. 7 plus 8 equal to 15. കിട്ടിയല്ലോ. സോ ഇത് തന്നെയാണ് നമ്മളെ റൂട്ട്. നമുക്ക് ഉറപ്പിക്കാം. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എന്താണ് റൂട്ടിന്റെ സൈൻ എന്ന് നോക്കുന്നത്. ഇവിടെ നമുക്ക് ഇക്വേഷൻ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ റൂട്ടിന്റെ സൈൻ രണ്ടും നെഗറ്റീവ് ആയിരിക്കണം. സോ -7/2 -4 ഇതാണ് ഇവിടുത്തെ റൂട്ട് വരിക. ഓക്കെ, എക്സിന്റെ വാല്യൂ ഇതാണ്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? വൈന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ ഇതാണ്. 2y² plus 13y plus 21 equal to 0 അല്ലെ? സോ ഇവിടെയും എയുടെ കോഎഫിഷ്യന്റ് 2 ആണ്. സോ ഫാക്ടറൈസ് ചെയ്യുക. 2 1 എഴുതുക. 21 ഫാക്ടറൈസ് ചെയ്യുക. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ 13 കിട്ടണം അല്ലെ? 7 into 3 എടുത്താലോ? 7 into 3 എടുത്ത് നോക്കാം. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് നോക്കുമ്പോൾ 3 into 2 6 plus 1 into 7 7. 6 plus 7 is 13 അല്ലെ? അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ എന്ത് വരിക? റൂട്ട് വരിക. ഇനി ഇക്വേഷൻ കണ്ടാൽ അറിയാം രണ്ടും എന്താണ്? നെഗറ്റീവ് റൂട്ട്സ് ആണ്. സോ ദിസ് ഇസ് ദ ആൻസർ. -7/2 -3 ആണ് വൈയുടെ റൂട്ട്സ് വരിക. ഓക്കെ, സോ then കമ്പയർ ചെയ്യാം. -7/2 -7/2 അല്ലെ? എക്സിലും രണ്ട് സ്ഥലത്തും ഫസ്റ്റ് റൂട്ട് സെയിം ആണ്. സോ ഈക്വൽ. -7/2 -3 ആരാണ് ബിഗർ? -7/2 മീൻസ് -3.5. -3.5 ആണോ -3 ആണോ ബിഗർ? -3 ആണ് ബിഗർ അല്ലെ? ദെൻ -4 -3.5 ആരാണ് ബിഗർ? -3.5 ആണ് ബിഗർ അല്ലെ? ദെൻ -4 -3 ആരാണ് ബിഗർ? -3 ആണ് ബിഗർ. സോ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x ആണ് നമ്മുടെ ആൻസർ. ഇവിടെ -7/2 -7/2 വരുന്നത് കൊണ്ട് ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരും. ഓക്കെ ആണല്ലോ? ആൻസർ ഈസ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഒന്നും ആലോചിക്കാനില്ല. ഇതുവരെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളൊന്നും ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. നോക്കിക്കോളൂ. x² -8x plus 15 equal to 0. ഇവിടെ എയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദെൻ എക്സിന്റെ റൂട്ട്സ് രണ്ട് പോസിറ്റീവ് ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 15 ദെൻ ജസ്റ്റ് ഈ 15 രണ്ട് ഫാക്ടറൈസ് ആക്കി മാറ്റുക. ആ രണ്ട് ഫാക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടണം. എങ്ങനെയാണ്? 5 into 3 അല്ലെ? 5 3 8 ആണ്. 5 into 3 15 ആണ്. കഴിഞ്ഞില്ലേ? രണ്ടും പോസിറ്റീവ്. ഓക്കെ, ഇതാണ് എക്സ്. ദെൻ y എന്ന് പറയുമ്പോൾ y² -12y plus 36. എന്താണ്? 36 ഫാക്ടറൈസ് ചെയ്യുക. 6 and 6 6 ഉം 6 ഉം ആഡ് ചെയ്താൽ 12 കിട്ടി. രണ്ട് റൂട്ട്സും പോസിറ്റീവ് ആണ്. സോ +6 and +6 is the roots. സോ കമ്പയർ ചെയ്യുക. +5 +6 ആരാണ് വലുത്? 6 is greater. +5 +6 6 is greater. +3 +6 6 is greater. +3 +6 6 is greater. So y greater than x. കിട്ടില്ലേ? അത് എളുപ്പമാണ്. ഓക്കെ, വേറെ ഒന്നും ഇവിടെ ആലോചിക്കാനില്ല. സോ ദ ആൻസർ ഈസ് x less than y or y greater than x. ഓക്കെ, ഇതും കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നേരെ എക്സ് സോൾവ് ചെയ്യാം. x² plus 9x plus 20 equal to 0 അല്ലെ? ഇതല്ലേ ക്വസ്റ്റ്യൻ? കാണുമ്പോൾ മനസ്സിലാവും രണ്ട് റൂട്ട് ഉണ്ട്. രണ്ട് റൂട്ട് നെഗറ്റീവ് ആണ്. ദെൻ 20നെ രണ്ട് ഫാക്ടർ ഡിവൈഡ് ചെയ്യുക. ആ രണ്ട് ഫാക്ടേഴ്സും ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടണം അല്ലെ? അപ്പൊ 5 ഉം 4 ഉം അല്ലേ? 5 ഉം 4 ഉം 5 into 4 is 20. 5 plus 4 is 9 കിട്ടി. ദെൻ രണ്ട് റൂട്ടും നെഗറ്റീവ് ആണെന്ന് നമുക്കറിയാം. സോ -4 -5 is the value of x. ദെൻ നമുക്ക് y² വേണം. y² is equal to 16 തന്നിട്ടുണ്ട്. സോ y equal to എന്താണ്? +4 then -4 അല്ലെ? സോ കമ്പയർ -5 +4 +4 is greater. Comparing -5 -4 -4 is greater. Comparing -4 +4 +4 is greater. Comparing -4 and -4 equal. So answer is y greater than or equal to x. അല്ലെ? നോക്കാം. Yes. X less than or equal to y. This is the answer.
ഓക്കെ ആണല്ലോ. സോ ഓക്കെ, അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പൊ ഞാനിവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം, ഒരു പ്രിലിമിനറി എക്സാമിന്റെ കേസ് വരുമ്പോൾ അവിടെ വരുന്ന ക്വസ്റ്റ്യൻസിലെ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത്. സോ ഇവിടെ ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല, എന്നാലും അധിക ക്വസ്റ്റ്യൻസും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാണുമ്പോൾ തന്നെ അതിൽ എങ്ങനെ അതിന്റെ സൈൻ, എത്ര റൂട്ട് ഉണ്ട്, ആ റൂട്ട്സിന്റെ സൈൻ എന്താണ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊരു കാര്യങ്ങളുണ്ട് അല്ലെ. അത് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയായിരിക്കും. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അത് ആ മെത്തേഡ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. സോ അതൊക്കെ പറയുവാണെങ്കിൽ ഈ വീഡിയോ ലെങ്തി ആയിട്ട് പോകുന്നത് കൊണ്ടാണ് ഞാൻ അത്രയും ഡീപ്പായിട്ട് പോവാഞ്ഞത്. സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ, ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ ഇനിയും ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യാവുന്നതാണ്. ഞാൻ അത്തരം വീഡിയോസ് ചെയ്യാൻ ട്രൈ ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു. സോ ഞാൻ ഇവിടെ ബാങ്ക് എക്സാമിന്, മെയിനായിട്ട് ബാങ്ക് എക്സാംസിന്റെ പ്രിലിമിനറി എക്സാംസിന് ചോദിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൽ ഒരു 5-10 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ സോൾവ് ചെയ്തേക്കുന്നത്. സോ ജസ്റ്റ് ഞാനിവിടെ ഒത്തിരി ഡീപ്പായിട്ട് പറഞ്ഞിട്ടില്ല. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാണുമ്പോൾ തന്നെ അതിൽ എത്ര റൂട്ട്സ് ഉണ്ടാകും, ആ റൂട്ട്സിന്റെ സൈൻ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊന്നും, സൈൻ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ ഡീപ്പായി പറഞ്ഞിട്ടില്ല. കാരണം അത് എന്താണ്, അത് തീരെ ഒരു ബേസ് ആണ് അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. മാത്രല്ല ഇതിൽ ഏത് ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതാണ്. മാത്രമല്ല ഇതുപോലത്തെ ഒരു വീഡിയോസ് ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ അത്തരം വീഡിയോ ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. സോ നിങ്ങൾ എങ്ങനെയുള്ള വീഡിയോസ് ആണ് വേണ്ടതെന്ന് കമന്റ് ചെയ്താൽ മതി. മാത്രല്ല ഞാൻ പറഞ്ഞു എന്താ പറയാ, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റൂട്ട്സിന്റെ സൈന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ റൂട്ട്സ് കണ്ടുപിടിക്കാതെ തന്നെ നമുക്ക് അതിന്റെ റിലേഷൻസ്, എക്സിന്റെയും വൈന്റെയും റിലേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതെങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. സോ അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ പറയുവാണെങ്കിൽ ഒത്തിരി ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.